ഹലോ മൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പിന്നെ ഇത് രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പാർട്ട് 1 ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ പാർട്ട് 2 ആണിത്. ഇതിലിപ്പോൾ ചെക്കനൂന് ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് യൂറിന് പോവായിട്ട് ട്യൂബൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എന്താ പ്രശ്നം വന്നതെങ്കിൽ അവനക്ക് ട്യൂബ് ഇട്ട് കൊടുത്തിട്ട് അവന് യൂറിന് പോകുമ്പോൾ അതിലൂടെ ബ്ലഡ് പോവായിരുന്നു. ഞങ്ങൾ ബീട്രൂട്ട് ക്യാരറ്റൊക്കെ വെച്ചിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് അവർക്ക് കൊടുക്കലുണ്ടായിരുന്നു. ചിക്കന്, ക്യാരറ്റ്, ബീട്രൂട്ട്, ഉരുളങ്കിഴങ്ങൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ആ ബീട്രൂട്ടിൻ്റെ കളറായിരിക്കും യൂറിൽ വന്നെന്ന് വിചാരിച്ചു. പക്ഷെ അതായിരുന്നില്ല, ബ്ലഡ് ആയിരുന്നു. അപ്പം മിയക്ക് പിന്നെ വിറ്റമിൻസിൻ്റെ കുറവൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് ആൾക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ അവളും ഇവനെയും കൂട്ടിയിട്ട് ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോകുന്നതാണ് ഈ കാണുന്നത്. ഇവനിക്ക് എന്താ പറയുക, യൂറിനിൽ ബ്ലഡ് വന്നിട്ട് ആ ഒരു കാരണം കൊണ്ടാണ് എന്തറിയില്ല, ഇവനിക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അവനെ വിളിച്ചാൽ നീക്കായിക, അവൻ കിടന്നിടത്ത് അങ്ങനെ കിടക്കുക, അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ ഇതാ ഞങ്ങൾ ഈ കളറ് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ, ബ്ലഡിൻ്റെ കളറ് അതുകൊണ്ടാണോ നോക്കാൻ വേണ്ടിയിട്ട് പേപ്പർ വെച്ചിട്ട് ട്യൂബ് ഓപ്പൺ ആക്കി കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് മണ്ണുത്തി ഹോസ്പിറ്റൽ കേട്ടോ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ, വെറ്റിനറി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയപ്പോൾ ആകെ പ്രശ്നമായി. കാരണം എന്താ വെച്ചാൽ ഇവനെ ട്യൂബിലിട്ടിങ്ങനെ ബ്ലഡ് പോകുമ്പോൾ എന്തുകൊണ്ടാണ് എന്ന് അറിയണമല്ലോ. അപ്പം അതിന് എക്സ്റേയോ സ്കാനോ എന്തോ എടുക്കണം എന്ന് പറഞ്ഞിരുന്നു. അവിടെയാണെങ്കിൽ 12:30 മുന്നേ എത്തണം എക്സ്റേ സ്കാനിങ്ങിനൊക്കെ. ഞങ്ങൾ ട്രാഫിക്കിൽ പെട്ടിട്ടാണെന്ന് പറഞ്ഞിട്ട് പോലും അവർക്കൊന്നും ചെയ്തു തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ട്രാഫിക് ഞങ്ങൾ അങ്ങോട്ട് എത്തണതിൻ്റെ ഇടയിൽ ഒരു ആക്സിഡൻ്റ് ഒക്കെ ആയിട്ട് ആകെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഇവർ ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്തു, ബ്ലഡിൽ ചെറുതായിട്ട് ഇൻഫെക്ഷൻ കാണിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് വീട്ടിൽ കൊടുന്നു. 3-ാമത്തെ ദിവസം ഞങ്ങൾ നേരെ മണ്ണുത്തി തന്നെ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അമ്മിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയും. അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ നല്ല ട്രീറ്റ്മെൻ്റ് ആട്ടോ. അവരുടെ പെരുമാറ്റം, അവർ ബിഹേവ് ചെയ്യണത്, അവർക്ക് നമ്മളവിടെ കൊണ്ടുപോകുന്ന മൃഗങ്ങളോടുള്ള സ്നേഹം, ഇതൊക്കെ ഒരു പെറ്റിൻ്റെ പാരൻ്റ് ഒരു രീതിക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ സമാധാനമുള്ള കാര്യം എന്താ വെച്ചാൽ ഇവിടെ കൊണ്ടാക്കുമ്പോൾ ഇവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ പെരുമാറ്റം, അത് നമ്മൾ കൊണ്ടുപോകണ പെറ്റിനോടുള്ള സ്നേഹം, ഇതൊക്കെയാണ് നമുക്കൊന്ന് സമാധാനിച്ചിരിക്കാം. 3-ാമത്തെ ദിവസം കൊണ്ടുപോകുമ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നം എന്താ വെച്ചാൽ ഇവൻക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ട്യൂബ് അവൻ തന്നെ കടിച്ച് വലിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എത്ര വലിപ്പുണ്ട് ആ ട്യൂബ്, അത് അവൻ തന്നെ കടിച്ച് വലിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3-ാമത്തെ ദിവസം ഞങ്ങൾ നേരെ അവിടേക്കാണ് പോയത്. അവിടെ പോയപ്പോൾ പിന്നെ ഉണ്ടായത് എന്താ വെച്ചാൽ അവർ സ്കാൻ ചെയ്തു, എക്സ്റേ എടുത്ത് നോക്കി. എന്നിട്ട് അതിൽ മനസ്സിലായി ഇവൻ്റെ യൂറിനറി ബ്ലാഡറിൽ എന്താ പറയുക, ഫൈബ്രോയിഡ്സ് ഉള്ളതുകൊണ്ടാണ് അവനക്ക് മൂത്രം പോവാത്തത്. അവൻ്റെ ക്രിയാറ്റിനൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ 4-ാമത്തെ ദിവസം തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഇതിപ്പോൾ 4-ാമത്തെ ദിവസം ആകെ പ്രശ്നമായിരുന്നു. അതായത് ഇവന് എന്താ പറയുക, മൂത്രമൊഴിക്കാൻ വേണ്ടി പ്രസ് ചെയ്തിട്ട് ഇവൻ്റെ കുടല് പുറത്തേക്ക് വന്നതാണ് ഈ കാണുന്നത്. ഞങ്ങൾ തിരിച്ച് വീണ്ടും അവിടെ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്തു. എന്നിട്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ അടിപൊളി ട്രീറ്റ്മെൻ്റ് ആട്ടോ. അവർ സ്വന്തം പെറ്റുന്നുള്ള രീതിക്ക് നന്നായിട്ട് അവരെ നോക്കും. ഇപ്പോൾ ചെക്കനോനെ അവിടെ ആക്കിയപ്പോൾ ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന സമാധാനം അതാ, അവരത്രയും നല്ലപോലെ നോക്കിയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവനെ ഈ ഒരു അവസ്ഥയിലാണ് അങ്ങോട്ട് കൊണ്ടുപോയത്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അവർ ഒട്ടും നേരം വൈകിക്കാതെ തന്നെ രാത്രി അവർ നല്ലപോലെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പിന്നെ സർജറി, ഇവനക്കിപ്പോൾ 3 സർജറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് 3-ാമത്തെ പാട്ടിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇവനക്ക് 3 സർജറി കഴിഞ്ഞിട്ടുണ്ട്. 2 മൈനറും 1 മേജറും സർജറി കഴിഞ്ഞിട്ടുണ്ട്.
പിന്നെ ഇപ്പൊ ഇവനക്ക് മൂത്രമൊഴിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ 4ാമത്തെ ഒരു പാർട്ട് ഇടുന്നുണ്ട്. ആ 4ാമത്തെ പാർട്ടിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ ഇവൻ ഹെൽത്തിയാണ്, ഇവനക്ക് കുഴപ്പമൊന്നുമില്ല, അവൻ ഭയങ്കര ഹാപ്പിയാണ്. എന്താ പറയാ, അവിടെ നല്ല രീതിക്ക് നിൽക്കുന്നുണ്ട്. അവിടുത്തെ ആൾക്കാരായിട്ടൊക്കെ ഭയങ്കര ഇണക്കായിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ ഡോക്ടേഴ്സ് ആയാലും അവിടെ നിൽക്കുന്നവരാണെങ്കിലും അവിടെ ഇവരെ പെറ്റ്സിനെ നോക്കാൻ മാത്രമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ഭയങ്കര കെയറിങ് ആണ്. കുളിപ്പിച്ചെടുക്കലും ഫുഡ് കൊടുക്കലും അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നന്നായിട്ട് നമ്മളെക്കാളും നന്നായി നോക്കുമെന്ന് പറയാ. അത്രയും നന്നായിട്ട് അവർ നോക്കുന്നുണ്ട്. അപ്പൊ ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണത് വരെ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.